ടാസി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ടയറുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കൃഷി, ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ ഗാർഡൻ ഉണ്ട്, അപ്പം കുറച്ച് ഉരുളക്കിഴങ്ങ് കൃഷിയൊക്കെ ചെയ്തു. ആ കൃഷി നല്ല രീതിയിൽ ഞങ്ങൾക്ക് നല്ല ഹാർവെസ്റ്റൊക്കെ കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് വലിയൊരു പ്രചോദനമായി ഈ വർഷം കൂടെ നമുക്ക് ചെയ്യണം, ഉരുളക്കിഴങ്ങ് നടണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടി. അങ്ങനെ ഈ വർഷം ഞങ്ങൾ മണ്ണ് നല്ല രീതിയിൽ കിളച്ച് എടുത്തപ്പോൾ കഴിഞ്ഞ വർഷം നട്ട ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പോഴും മണ്ണിനകത്ത് കുറേയൊക്കെ നമുക്ക് മണ്ണിനകത്തു നിന്ന് കുറേ ഉരുളക്കിഴങ്ങ് കിട്ടി. അത് കിട്ടിയപ്പം ചിന്തിച്ചു എന്താ ചെയ്യുക ഈ വർഷം. അപ്പം അതുപോലെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഒരു പക്ഷെങ്കിൽ കിട്ടാതെ പോയ ഉരുളക്കിഴങ്ങുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് തോന്നിയത് ഇതുപോലെ ഇവിടെ വെറുതെ ഉപയോഗമില്ലാതെ കിടക്കുന്ന ഈ ടയർ എടുത്ത് നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഈ കൺസെപ്റ്റ് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെയാണ് വെറുതെ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ കുറേ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു 3-4 പീസ് ഉരുളക്കിഴങ്ങ് വെച്ച് നട്ടതാണ് ഈ ടയറിനകത്ത്. ആദ്യം ഞങ്ങൾ നട്ടത് ഇവിടെ ഈ 2 ടയറിനകത്തായിരുന്നു. അപ്പോൾ 2 ടയർ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഗ്രാസൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേന് ഗ്രാസൊക്കെ ഉണങ്ങി കിട്ടുന്ന ഗ്രാസും കുറേ ഡ്രൈഡ് ലീവ്സും ഒക്കെ ഫില്ല് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഉരുളക്കിഴങ്ങിൻ്റെ കുറേ ചെറിയ പീസസും കൂടെ ഒരു 3-4 പീസ് വെച്ചതേ ഉള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അതിൽ നിന്ന് ഗ്രോ ആയി നിൽക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെടിയാണിത്. അപ്പം ശരിക്കും ഒരു ഗ്രോ ബാഗ് പോലെ ടയേഴ്സിനെ ഞങ്ങൾ യൂസ് ചെയ്തു. ഇതിനകത്ത് ഞങ്ങളെ ഒത്തിരി സർപ്രൈസിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പീസ് വെച്ച് സെയിം ടൈമിലാണ് മണ്ണിനകത്ത് ഞങ്ങൾ കൃഷി ചെയ്തത്, ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ചെയ്ത കൃഷിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ സെയിം ടൈമിലാണ് ഈ 3-4 ഇവിടെ കുറേ ഉരുളക്കിഴങ്ങ് നമ്മൾ മണ്ണിനകത്ത് നട്ടത്. ഈ ചെടി വളർന്ന് നിൽക്കുന്നതും ആ ചെടിയുടെ ഒരു ഗ്രോത്തും കൂടെ ശരിക്കും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ശരിക്കും ആകാശവും ഭൂമിയും പോലുള്ള ഒരു ഡിഫറൻസ് നമുക്കിവിടെ കാണാനുണ്ട്. ഈ ചെടി ഒത്തിരി നല്ല രീതിയിൽ ഗ്രോ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ടയർ വെച്ചിട്ട് ഇത് ഇത്രയും നല്ല രീതിയിൽ ഗ്രോ ആയി വന്നപ്പോഴത്തേന് ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ പിന്നെ 4 ടയറായിരുന്നു ഇവിടെ ഉപയോഗമില്ലാതെ കിടന്നിരുന്നത്. അപ്പോൾ ആദ്യം 2 വെച്ചായിരുന്നു, പിന്നീട് 2 ടയറും കൂടെ വെച്ചിട്ട് പിന്നെയും ഞങ്ങൾ 2-3-4 ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് നട്ടു. ഇതിപ്പോൾ ഒരു 3-4 ആഴ്ചയായിട്ടേ ഉള്ളൂ. ഇത് അതായിട്ട് വെച്ച് വളർന്നു വന്ന ചെടിയാണ്. പക്ഷേ ഇത് ഒത്തിരി ഡിഫറെൻ്റായിട്ട് നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് ശരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു പ്രയോജനവും ഇല്ലാതെ കിടക്കുന്ന ടയറുകളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കോർണറിൽ കിടന്ന് സ്പേസ് ഓക്യുപ്പൈ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് ശരിക്കും. പിന്നെ ഒരു ആവശ്യവും ഇല്ലാതെ കിടക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു പുതിയൊരു ആശയം, അത് ഇത്ര നല്ല രീതിയിൽ മോളിൽ കൂടെ കാണുമ്പോൾ നല്ല ചെടിയൊക്കെയാണ്. ഇനിയും ഇത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴേ ഞങ്ങൾക്കറിയുള്ളൂ ശരിക്കും ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന്, അതോ മണ്ണിനകത്താണോ കൂടുതൽ ഫലപ്രദമായിരിക്കുന്നതെന്ന്. പക്ഷേ കാഴ്ചയിൽ ഇത് നല്ല രീതിയിൽ കിളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ക്രിയേറ്റീവായിട്ടൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ടയറയിൽ കുറച്ച് പെയിൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റിക്കായിട്ട് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനെ കാണാൻ കുറച്ച് ഭംഗിയാക്കിയും കൂടെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്കിപ്പം ഈ ഒരു സ്റ്റേജിൽ ഫീൽ ആവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ കൃഷിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം തൂമ്പ എടുക്കുകയോ കിളയ്ക്കുകയോ മാന്തുകയോ ഒന്നും ചെയ്യേണ്ട, മറിച്ച് ജസ്റ്റ് ഈ ടയേഴ്സ് മാറ്റി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൃഷി പൊട്ടറ്റോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് എടുക്കാൻ പറ്റും. കൃഷി ഹാർവെസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഉണ്ടാവുന്ന കൃഷി മുഴുവനും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ വെള്ളം നമ്മൾ ഇത് നനയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ടയറിനകത്ത് ഇങ്ങനെ ഈ റിങ്സ് ഉണ്ടായതുകൊണ്ട് കുറച്ചും കൂടെ ഒക്കെ വെള്ളം സൈഡുകളിലൊക്കെ തങ്ങി നിൽക്കാനൊക്കെ ഇടയാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 2 ദിവസം വെള്ളം ഒഴിച്ചില്ല, ഭയങ്കര ചൂടാണ്, ഒരു 2 ദിവസം നമ്മൾ നനച്ചില്ലെങ്കിലും മണ്ണിനകത്ത് നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അംശം കാണുമായിരിക്കും. പിന്നെ ഓവറായിട്ട് വെള്ളം തങ്ങി നിൽക്കുകയും ചെയ്യില്ല. കാര്യം
ബോട്ടം നേരെ മണ്ണിലോട്ട് ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട്, എക്സ്പോസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളം ഡ്രെയിനായിട്ട് മണ്ണിനകത്ത് തന്നെ പൊക്കോളും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ വേസ്റ്റ് എങ്ങനെ ഉപയോഗപ്രദമായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഉപയോഗമില്ലാതെ വീടുകളിൽ കിടക്കുന്ന ടയറുകളെ നമുക്ക് കൃഷിക്കായിട്ട് ഗ്രോ ബാഗ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.